ഇനിയുള്ളൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 150cc ഇത്ര നല്ല ബൈക്കുകളുള്ളപ്പോൾ എന്തുകൊണ്ട് ഈ വണ്ടി നോക്കണം? 16 കിലോമീറ്റർ ശേഷം റിഫൈൻഡ് ആയിരുന്ന എഞ്ചിനിൽ നിന്ന് എനിക്ക് തോന്നിയൊരു മെയിൻ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ വന്നിട്ടുള്ള ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ FC വേർഷൻ 3യുടെ ഓണർഷിപ്പ് റിവ്യൂ, ലോങ് ടൈം റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ബൈക്ക് കൂടിയായിരുന്നു FC. അപ്പോൾ വെർഷൻ 1 ആണ് എൻ്റെ ഫേവറേറ്റ്. സോ വെർഷൻ 2 വന്നപ്പോൾ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ വെർഷൻ 3 വന്നതോടുകൂടി അത്യാവശ്യം ലുക്കിൻ്റെ കാര്യത്തിലേക്ക് ഓൾമോസ്റ്റ് ഫുള്ളായിട്ടൊരു ചേഞ്ച് കൊണ്ടാണ് വെർഷൻ 3 വന്നിട്ടുള്ളത്. അതിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ FC25ൻ്റെ ഒരു ലുക്ക് തന്നെയാണ് വെർഷൻ 3 ആയതോടെ വന്നിട്ടുള്ളത്. എനിവേ, നമുക്ക് വണ്ടിയുടെ കാര്യത്തിലോട്ട് വരാം. ഇപ്പോൾ ഒരു 16,000 കിലോമീറ്ററാണ് ഈ വണ്ടി കഴിഞ്ഞിട്ടുള്ളത്. 16,000 കിലോമീറ്റർ വരെയുള്ള വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ്, ഇഷ്യൂസ്, പോസിറ്റീവ്സ്, നെഗറ്റീവ്സ്, അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് നമ്മളിന്ന് ഈ വണ്ടിയെ പറ്റി പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കാര്യത്തെ പറ്റി ഡയറക്റ്റ് പറയാം. ഫസ്റ്റ് ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ LED ഹെഡ്ലൈറ്റാണ്. ഇതിൻ്റെ ബ്രൈറ്റ് വരുന്ന മുകളിലും ഡിമ്മ് താഴെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്. നമുക്ക് നൈറ്റ് വിസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വിസിബിലിറ്റി ഉണ്ട്. എനിക്ക് MT-നും R15-നും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത്തിരി വിസിബിലിറ്റി കൂടുതലായിട്ടാണ് തോന്നിയത്. പക്ഷേ വൈഡ് ആംഗിൾ വിസിബിലിറ്റിയാണ് എനിക്ക് ഇത്തിരി കുറവായിട്ട് തോന്നിയത്. അതിന് എക്സാമ്പിൾ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളുടെ വിസിബിലിറ്റി വരുന്നത്. എനിക്ക് നെഗറ്റീവ് ആയിട്ട് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തോന്നിയില്ല. കാരണം അത്യാവശ്യം നല്ല വിസിബിലിറ്റി തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി MT-15 പോലുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള വിസിബിലിറ്റി തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്കുണ്ട്. പിന്നെ എനിക്കിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങളാണ്. ഫ്രണ്ടിൽ വരുന്ന സസ്പെൻഷനാണ് ഇത്, റയർ സസ്പെൻഷനാണ് ഇത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ടർ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ ഒരു കംഫർട്ട് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോഫ്റ്റ് സസ്പെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റും അല്ല, എന്നാൽ ഹാർഡും അല്ലാത്ത രീതിയിലാണ് റയർ സസ്പെൻഷൻ വന്നിട്ടുള്ളത്. ഫ്രണ്ട് സസ്പെൻഷൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള സോഫ്റ്റ് സൈഡാണ് വന്നിട്ടുള്ളത് വണ്ടിയിൽ. സസ്പെൻഷൻ്റെ ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ള വണ്ടിയുടെ റിഫൈൻമെൻ്റ് ആണ്. അത്യാവശ്യം നല്ല റിഫൈനാണ്, ഒരു രക്ഷയില്ലാത്ത റിഫൈൻമെൻ്റ് ആണ് എനിക്ക് വണ്ടിയിൽ കിട്ടിയത്. കാരണം മിനിമൽ വൈബ്രേഷൻ പോലും നമ്മളിപ്പോൾ റെഡ് ലൈനിൽ റവ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് എനിക്കൊരു വൈബ്രേഷൻ തരിപ്പ് ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം വൈബ്രേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ല എന്ന് തന്നെ ഈ വണ്ടിയിൽ നിന്ന് എനിക്ക് തോന്നിയത്. ഇപ്പോൾ നിങ്ങൾ സിറ്റി റൈഡ് കാര്യങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും. കാരണം അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ് വണ്ടി. അതുപോലെ തന്നെ ഇത്തിരി കൂടി സിമ്പിളാണ് നിങ്ങൾക്ക് ട്രാഫിക് കാര്യങ്ങൾ എടുത്തു പോകാൻ. ഇപ്പോൾ കട്ടറുള്ള ലോക്കൽ റോഡുകളിൽ പോവുകയാണെങ്കിൽ തന്നെ സസ്പെൻഷൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു കംഫർട്ടും കിട്ടുന്നുണ്ട്. സോ സിറ്റി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും FC എന്ന് എനിക്ക് തോന്നി. ഈ ടയർ പോർഷൻ നോക്കുവാണെങ്കിൽ റയർ ടയർ വരുന്നത് 140, ഫ്രണ്ട് ടയർ വരുന്നത് 100 ആണ് വരുന്നത്. C8ൻ്റെ ടയറാണ് ഇതിന് വന്നിട്ടുള്ളത്. തരക്കേടില്ലാത്തൊരു ഗ്രിപ്പും കാര്യങ്ങളും ടയറിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. എനിക്ക് മഴ പെയ്ത സിറ്റുവേഷനിൽ മാത്രം ടയറിൻ്റെ ഭാഗത്ത് നിന്ന് അത്രയ്ക്ക് എഫക്റ്റീവായിട്ടൊരു ബ്രേക്കിങ് കാര്യങ്ങളോ ഗ്രിപ്പും കാര്യങ്ങളോ എനിക്ക് ഫീൽ ചെയ്തില്ല. അതാണ് എനിക്ക് തോന്നിയ നെഗറ്റീവ്. അല്ലാത്ത പക്ഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോർണർ ചെയ്യാൻ പറ്റുന്ന ടയറുകളാണ് വന്നിട്ടുള്ളത്. ഈ മഡ് ഫ്ലാപ്പ് കാര്യങ്ങൾ മഴ പെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ എനിക്ക് ഇൻഡിക്കേറ്റേഴ്സ് അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. ഒരുമാതിരി മൂടിയ രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് വന്നിട്ടുള്ളത്. ഇത്തിരിയും സ്റ്റൈലായിട്ടൊരു ഇൻഡിക്കേറ്റേഴ്സൊക്കെ അപ്ഡേഷനായിട്ട് കൊണ്ടുവരായിരുന്നു എനിക്ക് തോന്നി. പിന്നെ ബ്രേക്ക് ലൈറ്റ് ആണെങ്കിൽ തന്നെ LED ബ്രേക്ക് ലൈറ്റ് അല്ല വന്നിട്ടുള്ളത് വണ്ടിയിൽ. നോർമൽ ഹാലോജൻ ലൈറ്റ് തന്നെയാണ് ബ്രേക്ക് ലൈറ്റിൻ്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഇനി നിങ്ങളൊരു ഫാമിലി പർപ്പസ്, ഇപ്പോൾ അമ്മയോ അല്ലെങ്കിൽ വൈഫിനെ കാര്യങ്ങളൊക്കെയും ഇരുത്തി പോകാനുള്ളതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലേഡീസ് ഫുഡ് റെസ്റ്റ് കാര്യങ്ങൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തിരിയും കംഫർട്ടായിരിക്കും ഇരിക്കാൻ. സോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഫാമിലി പർപ്പസ് യൂസിനൊന്നും ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. ഇപ്പം നോർമലി ഒരു പില്ലിയണിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചിരിക്കാൻ പറ്റിയ ഗ്രാബ് റെയിലാണ് വന്നിട്ടുള്ളത്. സ്റ്റൈലിന് മാത്രമല്ല, അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഗ്രാബ് റെയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ സീറ്റിംഗ് കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 161 സെൻറ്റിമീറ്റർ ആണ്. സോ ആ ഒരു ഹൈറ്റ് വെച്ച് എനിക്ക് രണ്ട് കാലും ഫുൾ പ്ലാന്റഡ് ഫുട്ട് കിട്ടുന്നില്ലെങ്കിലും അത്യാവശ്യം പ്ലാന്റഡ് ആയിട്ട് രീതിയിൽ തന്നെയാണ് കാല് വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിന് അത്യാവശ്യം വിഡ്ത്ത് കൂടുതലാണ്. ഹൈറ്റ് കുറവാണ് വണ്ടിക്കെങ്കിലും സീറ്റിന് വിഡ്ത്ത് കൂടുതലായതുകൊണ്ടാണ് പ്ലാന്റഡ് ഫുട്ട് കിട്ടാത്തത്. ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ തോന്നുന്നു ഈ വണ്ടി ക്യാരി ചെയ്യാൻ അത്ര ഇഷ്യൂസ് കാര്യങ്ങളില്ല. കാരണം ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്നില്ല. ഇനി സിറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല റൈഡിങ് കംഫർട്ടുള്ള സീറ്റുകളാണ് വന്നിട്ടുള്ളത്. ഓവർ കുഷ്യൻഡും അല്ല, എന്നാൽ ഹാർഡും അല്ലാത്ത രീതിയിലുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നല്ലൊരു തടിച്ചൊരു വ്യക്തി ഇരിക്കുകയാണെങ്കിൽ തന്നെ പില്ലിയനാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സീറ്റ് കൊള്ളുന്നതാണ്. അതുകൊണ്ട് ആൾക്ക് ഡിസ്കംഫർട്ട് കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല.
അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടൊരു കേസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് കാര്യങ്ങളാണ്. സിംഗിൾ ചാനൽ ABS ആണ് ഈ വണ്ടിക്ക് വരുന്നത്. ഫ്രണ്ട് ബ്രേക്ക് വരുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റെയർ ബ്രേക്കിൻ്റെ ഭാഗത്ത് നിന്ന് അത്രയ്ക്ക് ബൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് എനിക്ക് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഇത്തിരി ഒരു അഗ്രസീവായിട്ടുള്ള ബ്രേക്കിംഗ് നൽകിയായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. നമ്മൾ ചവിട്ടുന്ന അനുസരിച്ചുള്ളൊരു ബ്രേക്കിംഗ് കാര്യം ഇത്തിരി സ്ലോ ഡൗൺ ആയിട്ടാണ് വണ്ടി നിൽക്കുന്നത്. സോ അതെനിക്കൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഇനി നിങ്ങൾക്ക് വണ്ടിയുടെ സൗണ്ട് ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ തോന്നിയിട്ടുള്ള മെയിനായിട്ടൊരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പെയിൻറ്റിങ് ക്വാളിറ്റി തന്നെയാണ്. കാരണം ഇപ്പോൾ ടാങ്ക് പോർഷൻ വരുന്ന ഈ ഒരു ഏരിയയ്ക്കും ഇതിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഗ്ലേസിങ് കാര്യങ്ങളൊന്നുമല്ല, ഇവിടെ ഭയങ്കരമായിട്ട് ഫെയ്ഡ് കാര്യങ്ങൾ വരികയാണ്, കളർ ഫെയ്ഡായി പോവുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ടാങ്ക് ഔൾ ഭാഗമൊക്കെ ഗ്ലേസിങ് മോഡലാണിത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ഫെയ്ഡായി പോകുന്നത്, അതായത് മങ്ങിപ്പോവാണ് പെട്ടെന്ന് കളറ്. ആ ഒരു ഭാഗം എനിക്ക് നെഗറ്റീവായിട്ട് തന്നെയാണ് തോന്നിയത്. അതുപോലെ തന്നെ ഇപ്പോൾ നോർമലി എല്ലാവരും പറയുന്ന ഒരു കംപ്ലയിൻ്റാണ് ഈ ഏരിയയിൽ ഇതിൻ്റെ ക്ലിപ്പ് വിട്ടു പോകുന്നു. എനിക്കിതുവരെ ആ ഇഷ്യൂസ് ഈ വണ്ടിക്ക് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഇവരുടെ ഫിനിഷിങ് കാര്യങ്ങളിൽ എനിക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഈ ഒരു ഏരിയയ്ക്കും അത്യാവശ്യം നമ്മളൊരു കൊച്ചു കയറിയിരിക്കുക, ഈ ടാങ്കിൻ്റെ പോർഷനിൽ കൊച്ചു കയറിയിരിക്കുകയാണെങ്കിൽ പോലും ഈ പോർഷനേക്കും ഞെങ്ങിപ്പോണൊരു ക്വാളിറ്റിയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഇവരുടെ ടാങ്ക് പോർഷനാണ് വന്നതാണ് ക്വാളിറ്റിയിലൊന്നും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പൊതുവേ യമഹ അത്യാവശ്യം നല്ല ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി എല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ വന്നിട്ടുള്ള ഫൈബർ പീസുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റിയാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ FC25ൻ്റെ ഒരു കൺവേർട്ടർ മോഡലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം FC25 വന്ന അതേ ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് ഇപ്പോൾ വെർഷൻ 3 FC എന്ന് പറഞ്ഞാൽ ഇറക്കിയപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ വെർഷൻ 1ൽ നിന്ന് 2, 3 വന്നതോടുകൂടി ഓൾമോസ്റ്റ് എല്ലാ പവറും കുറച്ചാണ് ഓരോ മോഡൽസിനും കൊണ്ടുവരുന്നത്. എനിക്കൊന്ന് ഫസ്റ്റ് മോഡലിന് മൈലേജ് കുറവായിരുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. ആ ഒരു പരാതി തീർത്ത് മൈലേജിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താണ് FC വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു R15ഉം MT15നും ഒരു വിലങ്ങുതടി ആവാത്ത രീതിയിലാണ് ഈ വണ്ടീനെ കൊണ്ടുവന്നത്. കാരണം സെയിം പവർ ഫിഗറിൽ വരികയാണെങ്കിൽ ഒരിക്കലും ആ വണ്ടികൾക്കുള്ള സെയിൽ കുറഞ്ഞു പോകും. അതുകൊണ്ട് അത്യാവശ്യം പവർ കുറഞ്ഞതും റൈഡിങ് കംഫർട്ട് കൂടുതലുള്ളൊരു വണ്ടി നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമാണ് FC സൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പവർ വരുന്നത് 13.2 PHP ആണ് ഇതിൻ്റെ പവർ വരുന്നത്. സോ ആ ഒരു പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 150cc ബാക്കിയുള്ള ബൈക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു യൂണിക്കോൺ ആ റേഞ്ചിലുള്ളൊരു പവർ ഫിഗറാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. എങ്കിലും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യൽ കാര്യങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പവർ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടി ഒരു പരിധി വരെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറാൻ ഭയങ്കര ഒരു മടിയാണ്. കാരണം അതിന് അത്രയ്ക്കുള്ളൊരു പവർ കാര്യങ്ങൾക്ക് എനിക്ക് വണ്ടിയിൽ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഏകദേശം ഒരു ഇനീഷ്യലും പിന്നെ അത്യാവശ്യ രീതിയിലുള്ള മിഡ് റേഞ്ച് പെർഫോമൻസാണ് എനിക്ക് വണ്ടിയിൽ തോന്നിയിട്ടുള്ളത്. പിന്നെ വണ്ടി നല്ല റിഫൈൻഡ് ആണ്. ഈ സെഗ്മെൻറ്റിൽ എനിക്ക് ബാക്കിയുള്ള വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റിഫൈൻമെൻ്റ് ആണ് എനിക്ക് വണ്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. വൈബ്രേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വണ്ടിയുടെ ഭാഗത്ത് നിന്ന്. വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 137 കിലോഗ്രാമാണ് വരുന്നത്. ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 165ആണ്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ വണ്ടി ഹീറ്റിങ് കാര്യങ്ങളുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ഒരു സിറ്റി യൂസേജ് വരുമ്പോൾ ഈ ബ്ലോക്ക് കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് യൂസേജ് വരുമ്പോൾ മാത്രമാണ് വണ്ടിക്ക് ഹീറ്റിങ് കാര്യങ്ങൾ ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ടുള്ള രീതിയിൽ വണ്ടിക്ക് ഓവർ ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇതുവരെ വണ്ടിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ മീറ്റർ ഭാഗവും ഹാൻഡിൽ ഭാഗവും നോക്കുകയാണെങ്കിൽ പിന്നെ കീ ഹോൾ വരുന്നത് ടാങ്ക് പോർഷനിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് പ്രീമിയം ബൈക്കുകളിലെല്ലാം വന്ന പോലെയാണ് കീ ഹോൾ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ എൻജിൻ സ്വിച്ച് വരുന്നത്. പിന്നെ ഇഗ്നിഷൻ, പിന്നെ ഇവിടെ ബ്രൈറ്റ്, ഡിമ്മിൻ്റെ താഴെ തന്നെ ഒറ്റ സ്വിച്ച് തന്നെയാണ് പാസും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഹോൺ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഹാൻഡിൽ ഭാഗത്ത് വരുന്നത്. ഈ മീറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മീറ്ററിലുള്ളൂ. ഇപ്പോൾ ഒരു 150cc മറ്റുള്ള ബൈക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു ഫീച്ചറും എനിക്ക് മീറ്റർ ഭാഗത്ത് തോന്നിയില്ല. ഇപ്പോൾ ഇവിടെ ഫ്യൂൽ ഗേജ് കാണിക്കുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ RPM മീറ്റർ, പിന്നെ ഇവിടെ സ്പീഡോമീറ്റർ, പിന്നെ ഇവിടെ ഓഡോമീറ്റർ. ഇത്ര കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വന്നിട്ടുള്ളത് ട്രിപ്പ് 1, ട്രിപ്പ് 2, പിന്നെ ഇതിനകത്ത് ടൈം കാണിക്കുന്നുണ്ട്. അപ്പോൾ നോർമലായിട്ടുള്ളൊരു ഫീച്ചേഴ്സ് മാത്രമാണ്. കാരണം ഇത്രയും വലിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഉണ്ടായിട്ടും അവരതിനകത്ത് ചെറിയൊരു ഡിസ്പ്ലേ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളൂ. കാരണം അവർക്ക് ഇച്ചിരിയോടെയും ഫീച്ചറായിട്ട് വലിയൊരു ഡിസ്പ്ലേ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത്തിരിയോടെയും ഓപ്ഷൻസ് ഉണ്ടാകുന്നു. ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ ഇതിന് സൈഡ് സ്റ്റാൻഡ് സെൻസർ വരുന്നില്ല. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ നോക്കിയാലും വണ്ടി ഓടുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് വണ്ടി ഓട്ടോമാറ്റിക്കായി ടേൺ ഓഫ് ആവുന്ന ഒരു ഫീച്ചറോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല.
അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പോരായ്മ മീറ്റർ ഭാഗത്തും തന്നെയാണ്. കാരണം മീറ്റർ ഭാഗത്ത് എനിക്ക് തോന്നി ഇത്തിരി ഫീച്ചേഴ്സ് നൽകാമായിരുന്നു എന്ന് തോന്നി. കാരണം ഇത്രയും ചെറിയൊരു ഡിസ്പ്ലേ ആയിട്ട് കൊടുക്കാതെ തന്നെ ഫീച്ചേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ലൊരു മീറ്റർ കൺസോൾ തന്നെ ആയേനെ ഈ വണ്ടിയിൽ വരുന്നത്. ഇനി വണ്ടിയുടെ ഇനീഷ്യൽ പവർ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ്. ഇപ്പോൾ കണ്ടുവല്ലോ, ഇതാണ് ഇതിൻ്റെ ഇനീഷ്യൽ പവർ കിട്ടുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇനീഷ്യൽ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഈ ഒരു വണ്ടിയുടെ സ്പെക്ക് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണ് 150cc മറ്റു ബൈക്കുകളെ അപേക്ഷിച്ച് ഇതിന് പവർ കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന്. ശരിക്കും ഇതിൻ്റെ പവർ ആ ഒരു വണ്ടി സിസികളെ വെച്ച് നോക്കുമ്പോൾ ഇതിന് പവർ കുറവാണ്. നിങ്ങൾക്ക് ആ ഒരു പവറിൻ്റെ ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഒരു ഓവർടേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ 50ന്ന് 4th ഡൗൺ ചെയ്ത് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പവർ കുറവായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കയറുന്ന ഇത്തിരി സ്ലോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ 3rd ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു ഇഷ്യൂസിലാണ് മെയിനായിട്ട് ഇതിൻ്റെ പവറിൻ്റെ ഒരു ലാഗ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ വണ്ടിക്ക് സ്മൂത്ത്നെസ് ഉണ്ട്. അപ്പോൾ 16,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴും വണ്ടിയുടെ റിഫൈൻമെൻറ്റ് കാര്യങ്ങൾക്കൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. ഒരു വൈബ്രേഷൻസ് കാര്യങ്ങളോ ഒന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ യമഹയുടെ ഒരു എഞ്ചിൻ്റെ ക്വാളിറ്റി തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഇതിൻ്റെ മൈലേജ് കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വണ്ടിക്ക് കിട്ടുന്ന ഏകദേശം ഒരു 50 to 55. ഇപ്പോൾ ഡിപ്പെൻഡ് ഓൺ റൈഡാണ്. സോ അതിനകത്ത് വേരിയേഷൻസ് കാര്യങ്ങൾ വരാം. അപ്പം ഞാൻ ചോദിച്ചൊരു 2 പേരും ഈ അറൗണ്ട് ഈ മൈലേജ് തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ അത്യാവശ്യം മൈലേജിന് പ്രയോറിറ്റി കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ചോയ്സ് ആയിരിക്കും ഈ സെഗ്മെൻറ്റിൽ ഈ വണ്ടി. അപ്പോൾ നിങ്ങൾ പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കില്ല. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് RTR 164V അല്ലെങ്കിൽ ജിക്സർ അങ്ങനെയുള്ള വണ്ടികൾ നോക്കുമായിരിക്കും ഇത്രയും ബെറ്റർ ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൂടുതൽ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ ഓൾമോസ്റ്റ് അറിയാവുന്ന സ്പെസിഫിക്കേഷൻ തന്നെയാണ്. ഞാനിപ്പോൾ ഇത്ര നാൾ യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസ്ഡാണ് ഈ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഇതിൻ്റെ പെയിൻറ്റിങ് ക്വാളിറ്റി എനിക്ക് അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ വന്നിട്ടുള്ള ഫൈബർ ക്വാളിറ്റി ഇച്ചിരി കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞ പോലെ പെയിൻറ്റിങ് എനിക്ക് ഫെയ്ഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെയിൻറ്റിങ് ക്വാളിറ്റിയിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞത്. പിന്നീട് എനിക്ക് തോന്നിയ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. കാരണം ഇച്ചിരി കൂടി ഒരു ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നൽകിയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ നൽകായിരുന്നു. കാരണം ഇത്രയും വലിയൊരു സ്പേസ് ഉണ്ടായിട്ട് പോലും ചെറിയൊരു LCD ഡിസ്പ്ലേ വെച്ചിട്ട് അവർ അതിൽ ഫീച്ചേഴ്സ് ഇല്ലാത്ത രീതിയിലൊരു ഒതുങ്ങിക്കൂടിയൊരു നോർമൽ ഡിസ്പ്ലേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇത്രയും ഫീച്ചേഴ്സ് ഡിസ്പ്ലേയുടെ ഭാഗത്ത് കൊടുക്കാമായിരുന്നു. പിന്നീട് എനിക്ക് തോന്നിയൊരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് തന്നെയാണ്. റെയർ ബ്രേക്കാണ് വന്നിട്ടുള്ളത്. റെയർ ബ്രേക്കിന് കുറച്ചുകൂടി ബൈറ്റ് കൂട്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ ചവിട്ടുമ്പോഴത്തേക്കും ആ ഒരു ബ്രേക്കിങ്ങിൻ്റെ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതെനിക്കൊരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വന്നിട്ടുള്ള ഹെഡ്ലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും വിസിബിലിറ്റി കാര്യങ്ങൾ എനിക്ക് അത്യാവശ്യമുണ്ട്, ഞാൻ പറഞ്ഞു. എങ്കിലും ഒരു വൈഡ് ആംഗിൾ വിസിബിലിറ്റി എനിക്ക് കിട്ടുന്നില്ല. അത് ചെറിയൊരു പോരായ്മ രീതിയിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പിന്നീട് എനിക്ക് വണ്ടിയിൽ കാര്യമായ പോരായ്മകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണിപ്പറയ്ക്കുള്ളൊരു പോരായ്മകൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ. ഇനി എനിക്ക് ഈ വണ്ടിയിൽ വന്നിട്ടുള്ള പോസിറ്റീവ്സ് അറിയുകയാണെങ്കിൽ നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 150cc മറ്റു ബൈക്കുകൾ നോക്കിയപ്പോൾ എനിക്ക് ഇത്തിരിയോടെയും ഇമ്പ്രസീവ് ആയിട്ടുള്ള റിഫൈൻമെൻറ്റ് കാര്യങ്ങൾ എനിക്ക് വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾക്ക് സിറ്റി റൈഡിനൊക്കെ ഇത്തിരി ഫ്ലിക്ക് ചെയ്തെടുത്തു കൊണ്ടുപോകാൻ എനിക്ക് ഇത്തിരി കംഫർട്ടായിരിക്കും. ലൈറ്റ് വെയിറ്റ് ആണ് വണ്ടി വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് വണ്ടിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫാമിലി പർപ്പസ് ആയിട്ടുള്ളൊരു ടൂറിങ്ങും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ തന്നെ സീറ്റ് അത്യാവശ്യം വൈഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ടൂറിങ് കാര്യങ്ങൾക്ക് ഡിസ്കംഫർട്ട് സീറ്റിൻ്റെ ഭാഗത്ത് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാമിലി പർപ്പസ് യൂസ് ചെയ്യാനാണെങ്കിലും വണ്ടി അത്യാവശ്യം നല്ല രീതിയിലുള്ള കംഫർട്ട് നൽകുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള പോസിറ്റീവ്സ്. ഇനി നിങ്ങൾക്കുള്ള ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ആരൊക്കെ നോക്കണം. ഇപ്പോൾ 150cc RTR 164V ജിക്സർ അതേപോലെ NS 160 ഇങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉള്ള സമയത്ത് എന്തുകൊണ്ട് ഈ വണ്ടിയിൽ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം പവർ കാര്യങ്ങൾ വേണ്ട, ഒത്തിരി പെർഫോമൻസ് കാര്യങ്ങൾ വേണ്ട, അത്യാവശ്യം റൈഡിങ് കംഫർട്ടും നോർമലി ഒരു ട്രിപ്പ് കാര്യങ്ങൾ പോണ ഒരു വണ്ടിയാണ് വേണ്ടത്. ഫാമിലി പർപ്പസ് കൂടുതൽ നൽകുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും ഈ വണ്ടി. അത്യാവശ്യം ഇതിനുള്ള മൈലേജും കംഫർട്ട് കാര്യങ്ങളും എല്ലാം ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നതാണ്. അല്ല നിങ്ങൾ പവർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ മറ്റുള്ള ബൈക്കുകളിലേക്ക് നോക്കുമായിരിക്കും ഇത്രയും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി കൺഫേം ചെയ്യാൻ പാടുള്ളൂ.
അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് FC വെർഷൻ 3 പറ്റി പറയാനുള്ള വിശേഷങ്ങൾ കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിനകത്ത് ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോകൾ കാണുന്നവരെ ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. സീ ദെൻ, ബൈ ബൈ.